പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ മാർച്ച് മാസം 29 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന അപ്പയാകുന്നു. അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി, അങ്ങയുടെ കരുണയ്ക്കായിട്ട് നന്ദി, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി. ഞങ്ങളോടുള്ള അങ്ങയുടെ ആ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഓ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ആമേൻ. 7-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം പറഞ്ഞു, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, കർത്താവ് ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. അതിന് 17-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ യഹോവയായ കർത്താവിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരം ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൈകളെ ഉയർത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം യഹോവ നിസ്സി ഞങ്ങളുടെ കൂടെയുണ്ട്. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും യഹോവ ഈരയായി ഇന്ന് പകൽക്കാലം കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. അങ്ങ് ക്ഷാമത്തിൽ ക്ഷേമത്തോടെ നടത്തുമെന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ മക്കളെ അങ്ങ് ക്ഷേമത്തോടെ പരിപാലിക്കുന്നതിന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. രോഗികൾ ഇപ്പോൾ തന്നെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലുകളുടെ മുട്ടിന് താഴെയുള്ള ആ വണ്ണയ്ക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽ വണ്ണയ്ക്കുള്ള വേദന നസ്രനായ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായിട്ട് മാറി സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ എന്തു തന്നെയാണെങ്കിലും യഹോവ റാഫയായി കൂടെയുള്ളതിന് സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന തിരുവെഴുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ വചനപ്രകാരം ഇപ്പോൾ തന്നെ മക്കൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അവൻ ശരീരത്തിൽ രോഗങ്ങളുള്ള ഭാഗത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി, ആരോഗ്യം നൽകുന്ന ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ആമേൻ. എല്ലാ തരത്തിലുള്ള ശാരീരിക ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ. കർത്താവേ, എന്തു തന്നെ ആവശ്യങ്ങളാണെങ്കിലും അതിന്മേൽ അങ്ങ് അത്ഭുതം ചെയ്തതിൻ്റെ സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. അവരുടെ വിവാഹം തക്ക സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതോടൊപ്പം തന്നെ കർത്താവേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, ദൈവിക സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. സമാധാനം കെടുത്തുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറി ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഈ ഭവനങ്ങളിലൊക്കെയും ഉണ്ടാകട്ടെ. അവിടെ സമാധാനം വ്യാപരിക്കട്ടെ. അതുപോലെ
കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. കർത്താവേ, അവർ സ്വഭാവം കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി, വചനപ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി കർത്താവ് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഈ അന്ത്യകാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ദാനിയേലിനെ പോലെ, ശമൂവേലിനെ പോലെ, എസ്തേറിനെ പോലെ, ഡെബോരയെ പോലെ ആയിത്തീരട്ടെ. അങ്ങയുടെ രാജ്യത്തിന് അവർ പ്രയോജനപ്പെടട്ടെ. ഇന്ന് കർത്തൃ ദിവസമാണല്ലോ, ലോകവ്യാപകമായി ആരാധന നടക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഒരു വലിയ റിവൈവലിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗങ്ങൾ വലിയ റിവൈവലായി മാറട്ടെ. അഭിഷിക്തന്മാരുടെ മേൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം. അതുപോലെ കർത്താവേ, ആമേൻ, നാളത്തെ നമ്മുടെ മീറ്റിംഗും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ എല്ലാവരെയും കർത്താവ് പൊതിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായി നടക്കുമ്പോൾ ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ. സഭായോഗങ്ങളിൽ വലിയ ദൈവമഹത്വം വ്യാപരിക്കുവാൻ. ആമേൻ. നമുക്കൊരുമിച്ച് ദൈവവചനത്തിൻ്റെ ചിന്തകളിലേക്ക് പോകാം. ശ്രദ്ധയോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ആമേൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എന്നിട്ട് പറയുന്നു എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. ആമേൻ. കർത്താവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. വാക്കിംഗ് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. എന്താണ് സ്നേഹത്തിൽ നടക്കുക? ദൈവിക സ്നേഹത്തിൽ നടക്കണം. അതിന് കർത്താവ് ഒരു മാതൃക വെച്ചിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു എന്താണ്? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതായത് യേശു ക്രിസ്തു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ച് തൻ്റെ ജീവൻ തന്ന്. സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണമായ സ്നേഹമായിരുന്നു യേശുവിൻ്റെ സ്നേഹം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായ നമുക്കത് സാധിക്കും. എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 2ആയിട്ട് നമുക്ക് വിഭാഗിക്കാം, അല്ലെങ്കിൽ 3ആയിട്ട് വിഭാഗിക്കാം. 1-ാം ഭാഗത്ത് അവൻ ഒരു ദൈവ പൈതൽ ആരായി, അവൻ്റെ പൊസിഷൻ എന്താണ്, അവൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ അവൻ മകനായി മാറുന്നു. ദൈവികമായ ആ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ദൈവികത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദൈവിക സ്വഭാവം വരണമെന്ന് പറയുന്നത് 4-ാം അധ്യായം തൊട്ട്. അപ്പം നമ്മളെ എങ്ങനെ സ്നേഹിക്കണം? ത്യാഗപൂർണ്ണമായി. യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നതിനും വലിയ സ്നേഹമൊന്നുമില്ല. അപ്പം നമ്മളോട് കർത്താവ് പറയുക ത്യാഗപൂർണമായ സ്നേഹം. ബ്രദർ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ, സിസ്റ്റർ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ആരെയെങ്കിലും ത്യാഗപൂർണ്ണം സ്നേഹിക്കാറുണ്ടോ? ആമേൻ. സാക്രിഫിഷ്യൽ ലവ്, അതായത് നമുക്ക് വിലപ്പെട്ടത് നമ്മൾ അവർക്ക് കൊടുത്ത് നമ്മളവരെ സ്നേഹിക്കാറുണ്ടോ? നമുക്ക് വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ. യേശു തൻ്റെ വിലപ്പെട്ട ജീവൻ തന്നാണ് നമ്മളെ സ്നേഹിച്ചത്. നമ്മളോട് പറയുക, എന്നിട്ട് അതുപോലെ നമ്മളും സ്നേഹിക്കണം. വിലയേറിയത് കൊടുക്കുമ്പോഴാണ് ത്യാഗമുണ്ടാകും. ആ ത്യാഗപൂർണമായ സ്നേഹമാണ് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആമേൻ. താങ്ക് യു. കൂട്ടുകാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആമേൻ എന്ത് ചെയ്യണം? ത്യാഗത്തോടെ സ്നേഹിക്കണം. എങ്ങനെയാണ് ഈ ത്യാഗം എന്നുള്ള സ്നേഹത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, നമ്മുടെ നമുക്ക് ഉറക്കം വന്ന് നിൽക്കുക, ഉറങ്ങേണ്ട സമയം. പക്ഷേ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഉറക്കം വെച്ച് അവരുടെ സഹായത്തിന് വേണ്ടി പോകുമ്പോൾ അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ 2 നേരം കഴിക്കാനുള്ള ഫുഡിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അപ്പുറത്ത് വേറൊരാൾ പട്ടിണി ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരം നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റണം. ത്യാഗത്തോടെ നമ്മുടെ റിസോഴ്സുകൾ ത്യാഗപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ, നമ്മുടെ സമയം കൊടുക്കുവാൻ, നമ്മുടെ ആരോഗ്യം കൊടുക്കുവാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ആ ലെവൽ ഓഫ് ലവ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ സ്നേഹിക്കണമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എന്താ കർത്താവ് ചെയ്തത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് നമ്മളോടുള്ള സ്നേഹം ആമേൻ കാണിച്ചു. അപ്പോൾ അതെന്തോ അതിൻ്റെ അർത്ഥം? അതാണ് ത്യാഗത്തോടെയുള്ള സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, നല്ല ശമരിയാക്കാരൻ്റെ കഥ യേശു പഠിപ്പിക്കുമ്പോൾ ആമേൻ എന്താ അവിടെ സംഭവിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ കൊടുത്തു? അദ്ദേഹം തൻ്റെ സമയവും തൻ്റെ സമ്പത്തും ആ വഴിയിൽ വീണ് കിടക്കുന്ന, ആ വഴിയിൽ ആമേൻ അറ്റാക്ഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യന് വേണ്ടി ചെലവെടുക്കുക. അത് സംഭവിച്ചപ്പോൾ എന്താ?
അത് ത്യാഗപൂർണമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ആദിമസഭ ഇതുപോലായിരുന്നു. അവർ ആ ത്യാഗത്തോടുകൂടെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മുടെ സമയം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ റിസോഴ്സുകൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ കംഫോർട്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ ബലം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ മുൻഗണന എന്തിനാണ് നമ്മൾ കൊടുക്കാറുള്ളത്? നമ്മൾ കർത്താവിനാണോ കൊടുക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കർത്താവ് അനീതിയുള്ളവനല്ല. കർത്താവ് എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ സാക്രിഫിഷ്യലായിട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അതിന് നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുറമേ ഉള്ള ബാഹ്യ പ്രകടനങ്ങളല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് സാക്രിഫിഷ്യലായ സ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിനോടായാലും കൊള്ളാം, മറ്റുള്ളവരോടായാലും കൊള്ളാം. അതിന് നമ്മളെ തന്നെ ഒരുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റു ചിലർ കൂടെ അയച്ചു കൊടുക്കുക. അവരും ഈ സ്നേഹത്തെക്കുറിച്ച് പഠിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.